ഇന്ന് ഞാൻ ഇറങ്ങുന്നത് ഒരു സന്തോഷമുള്ളൊരു ദിവസത്തിലേക്കാണ്. എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ ഇടവകയിൽ തന്നെയുള്ള എല്ലാവർക്കും ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. കഴിഞ്ഞ 2-2.5 വർഷത്തെ കാത്തിരിപ്പിൻ്റെ അവസാന ദിവസമാണ് ഇന്ന്, ഞങ്ങളുടെ പുതിയ പള്ളിയുടെ വെഞ്ചരിപ്പ് ദിവസം. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും കുർബാനയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കുട്ടികളും മുതിർന്നവരും അങ്ങനെ എല്ലാവരും തന്നെ, ഞങ്ങളുടെ ഇടവകയിലുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. സ്വന്തം വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക, അതുപോലെ തന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും കുർബാന കൂടുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ മെത്രാൻ നമുക്ക് വെഞ്ചരിച്ച വെള്ളം, ഹോളി വാട്ടർ എന്ന് പറയും, അത് നമ്മുടെ പള്ളിക്ക് എല്ലാ സൈഡിലും ചുറ്റി നടന്നിട്ട് തളിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് എന്തൊക്കെയാണ് കർമ്മങ്ങൾ, അതെന്താണ് അങ്ങനെ ചെയ്യണത് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അങ്ങനെയുള്ള ഓരോ കർമ്മങ്ങൾ. അപ്പോൾ ആദ്യം ഞാൻ കാണുമ്പോൾ വിചാരിച്ചു എന്തുകൊണ്ടാണ് ലൈറ്റ് ഇടാത്തത്. ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഒരു വെഞ്ചരിപ്പ് കർമ്മത്തിൽ പങ്കെടുക്കുന്നത്, ഒരു പള്ളീൻ്റെ തന്നെ. അപ്പോൾ എന്തുകൊണ്ടാണ് ലൈറ്റ് ഇടാത്തതെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു. ബൈബിൾ വായിക്കുമ്പോഴൊക്കെ കൊച്ചച്ഛൻ ഇങ്ങനെ നമ്മുടെ ഫോണിലെ ലൈറ്റ് തെളിയിച്ച് കൊടുത്തിട്ടായിരുന്നു അച്ഛൻ വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനൊരു ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും, പക്ഷേ അത് ഈ കർമ്മത്തിൻ്റെ ഒരു ഭാഗമായിട്ടായിരുന്നു ഈ ലൈറ്റ് തെളിക്കുക എന്നുള്ളൊരു ചടങ്ങ് പോലും അവിടെ നടന്നത്. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഇതുപോലെ ലൈറ്റ് ഇട്ടപ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അവിടെ കാണാനായിട്ട്. അപ്പം നമുക്ക് ഇത്രയധികം ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അടുത്ത് പോയിട്ട് കാണാനൊന്നും പറ്റിയില്ല. അപ്പം ഞാൻ പറ്റണ പോലെ സൂം ചെയ്ത് ഞാൻ ആ വീഡിയോസൊക്കെ ഞാൻ ആ ഭംഗി ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും കർമ്മങ്ങൾ ഓരോന്നായിട്ട് കണ്ടിന്യൂ ചെയ്യണുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ഭക്തിയോടുകൂടിയായിരുന്നു നിന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഓസ്തി ഞങ്ങൾ സ്വീകരിക്കണ ഒരു ചടങ്ങുണ്ട്. അപ്പോൾ ഓസ്തി പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇതെന്താണ് ഈ തരണത്, അല്ലെങ്കിൽ ഈ പള്ളിയിലൊക്കെ പോണ കുട്ടികളൊക്കെ കാണുമ്പോഴത്തേക്ക് അവർക്ക് എന്താ നിങ്ങൾക്ക് കിട്ടണതെന്ന് ഞാനിങ്ങനെ ഡൗട്ടിൽ ചോദിക്കായിരുന്നു. കാരണം ഞാനൊരു ഹിന്ദുവായിട്ട് ജനിച്ച് വളർന്ന ഒരാളായത് കൊണ്ടാണ് അങ്ങനൊരു ഡൗട്ട് വന്നത്. ഇപ്പോൾ ഞാൻ ക്രിസ്ത്യാനിയാണ്, പക്ഷേ ഞാൻ ഹിന്ദു ആയിരുന്നു. അപ്പോൾ ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇതെന്താണ് ഈ കഴിക്കണത് എന്നറിയാൻ വേണ്ടി. പക്ഷേ ജീവിതം അങ്ങനെയാണ്, നമ്മൾ എന്താണോ വിചാരിക്കണത് അല്ലെങ്കിൽ എന്താണോ ആഗ്രഹിക്കണത് അതായിരിക്കണം എന്നില്ല നമ്മുടെ ജീവിതത്തിൽ നടക്കണത്. ചിലപ്പോൾ അതിലും ഒരുപാട് നല്ലതായിരിക്കാം, ചിലപ്പോൾ ഒരുപാട് മോശമായിട്ടുള്ളതായിരിക്കാം. എനിവേ, എന്തായാലും അത് കഴിഞ്ഞ് കുർബാന കൂടി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഹാളിലോട്ട് വന്നു. അവിടെ ഭക്ഷണം ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ക്യൂ നിൽക്കണ കൂട്ടത്തിൽ ഞങ്ങളും ക്യൂ നിന്നു. ഞങ്ങളുടെ പ്ലേറ്റ് വാങ്ങിച്ചു, ഞങ്ങളൊരു സൈഡിൽ പോയിരുന്നിട്ട് കഴിച്ചു. അപ്പോൾ നമുക്ക് വിശപ്പുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും, ഏത് ജാതിയോ മതമോ അങ്ങനെയില്ല, ആർക്ക് വേണമെങ്കിലും വന്ന് വാങ്ങിച്ച് ഭക്ഷണം കഴിക്കാം. ഒരു നേരത്തെ ഫുഡ് ഞങ്ങൾ അങ്ങനെയാണ് അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു സൈഡിലിരുന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നിലബീബിക്ക് പുറത്തുനിന്ന് ആൾക്കാരും കുട്ടികളൊക്കെ ഒരുപാട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ കൂടെ കളിക്കാനായിട്ടൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. ആ കളീൻ്റെ കൂട്ടത്തിലാണ് ഈ ബലൂൺ അവളുടെ കണ്ണിൽ പെട്ടത്. അപ്പോൾ പിന്നെ എന്തായാലും ബലൂൺ വേണമെന്നൊരു വാശിയായി. അങ്ങനെ പിന്നെ ഞങ്ങൾ പോയിട്ട് ബലൂണൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നേരെ പള്ളിയുടെ ഉള്ളിലോട്ടാണ് വന്നത്. കാരണം നേരത്തെ തിരക്ക് കാരണം എനിക്കതങ്ങനെ കാണാൻ പറ്റിയില്ല നേരെ. അപ്പം ഞാനും നിലബീബിയും കൂടിയാണ് പള്ളീൻ്റെ ഉള്ളിലോട്ട് വന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നു പള്ളിയിൽ. അവർ നേരത്തെ കാണാൻ പറ്റാണ്ട് പോയ ആൾക്കാരൊക്കെ വന്നിട്ട് പള്ളി കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പള്ളിയുടെ അൾത്താര പ്രത്യേകിച്ച് എടുത്ത് പറയണം, കാരണം അത്ര നന്നായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ ഇടവകയിൽ തന്നെയുള്ള സെബിൻ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനായിരുന്നു ഈ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ പള്ളി നമുക്ക് 2 ഫ്ലോറായിട്ടാണ് ഇപ്പോഴത്തെ പള്ളി ചെയ്തേക്കണം, കാരണം കഴിഞ്ഞ പള്ളിക്ക് ഇച്ചിരി സ്പേസ് കുറവായിരുന്നു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.